നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 577th day. Today 14th sloka of Pradhama Skanda 3rd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം, 577 ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഋഷിഭിര്യാജിതോ ഭേജേ നവമാം പാർത്ഥിവം ബഭൂ, ദുഗ്ധേ മാമൗഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമാ. ഓം തത്സത്. ഋഷിഭിരാജ്യതോ ഭേജേ നവമം പാർത്ഥിവം ബഭൂ, ദുഗ്ധമാഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമാ. ഓം തത്സത്. ഋഷിഭി ആജിതോ യാജിത, ഋഷിഭിഃ യാജിതഃ നവമം ഭേജേ. നവമം ഭേജേ. ഋഷിഭിः യാജിതോ ഭേജേ നവമം പാർത്ഥിവം ബഭു. പാർത്ഥിവം ബഭു. ദുഗ്ധം ഔഷധീർ വിപ്രാ തേന യം സ അയം സ ഉഷത്തമഃ. ദുഗ്ധം ഔഷധീർ വിപ്രാ തേന അയം സ ഉഷത്തമ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഋഷിഭി എന്ന് പറഞ്ഞാൽ ഋഷികളാൽ, യാജിത യാചിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, നവമം 9 ഒമ്പതാമതായിട്ട്, പാർത്ഥിവം പൃഥു എന്നു പേരോട് കൂടിയ വപു. വപു എന്ന് പറഞ്ഞാൽ ശരീരത്തെ, ഭേജേ ഭജിച്ചു, വിപ്രാഹ എന്ന് പറഞ്ഞാൽ വിപ്രന്മാരെ. ഇവിടെ സൂത പൗരാണികൻ ശൗനകാദികളെയാണ് ഹേ വിപ്രാ എന്ന് സംബോധന ചെയ്യുന്നത്. ഇമാം ഈ ഭൂമിയെ, ഔഷധീഹി ഔഷധികളെ, ദുഗ്ധ ദുഗ്ധ എന്ന് പറഞ്ഞാൽ കറന്നു, തേന അതുകൊണ്ട്, അയംസ ഈ അവൻ, ഉഷത്തമ ഏറ്റവും കമനീയനാകുന്നു. ഉഷത്തമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നവനാകുന്നു, ഏറ്റവും മനോഹരനായിട്ടുള്ളവൻ ആകുന്നു. പൃഥു മഹർഷിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. വേനൻ്റെ ശരീരം കടഞ്ഞ് പൃഥു ഭഗവാനെ ഉദ്ധരിച്ചത് നമുക്ക് ഭാഗവതത്തിൽ കാണാവുന്നതാണ്. ആ പൃഥു മഹർഷിയാണ് 9ാമതായിട്ടുള്ള അവതാരം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് ഋഷിമാർ പ്രാർത്ഥിച്ചിട്ടാണ് പൃഥു മഹർഷി ജന്മമെടുക്കുന്നത്. ഋഷികൾ പ്രാർത്ഥിച്ചിട്ട്, ഋഷികളാൽ പ്രാർത്ഥിതനായിട്ട് 9ാമതായിട്ട് ഭഗവാൻ പൃഥു ചക്രവർത്തിയായിട്ട് അവതരിച്ചു. പരാക്രമത്തെ പ്രകാശിപ്പിച്ച ആ ചക്രവർത്തി ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിനാവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും, പശുക്കുട്ടികളുടെ രൂപത്തിൽ ഏത് വസ്തുവാണ് വേണ്ടത് ആ വസ്തുവിനെ പശുക്കുട്ടിയുടെ രൂപത്തിലാക്കിയിട്ട് കറന്നെടുത്തു. അതിനാൽ ഈ അവതാരം ഏറ്റവും മനോഹരമായിട്ടുള്ളതാകുന്നു എന്നാണ് പറയുന്നത്. ജനക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള സകല വേനനെ ഭയന്ന് ഭൂമിദേവി എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ
പൃഥുമഹർഷി ചക്രവർത്തി ഭൂമിയെ ഭയപ്പെടുത്തി ഭൂമിയിൽ നിന്നും സർവ്വ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സർവ്വ വസ്തുക്കളും ഭൂമിയിൽ നിന്നും പശുക്കുട്ടികളുടെ രൂപമാക്കി ദുഗ്ധ കറന്ന് എടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹേ ബ്രാഹ്മണന്മാരെ എന്ന് പറയുന്നത് സൂതന്മാരെ, സൂത പൗരാണികൻ ശൗനകാദികളെയാണ് ഹേ ബ്രാഹ്മണന്മാരെ എന്ന് സംബോധന ചെയ്യുന്നത്. അതായത് ഹേ ബ്രാഹ്മണന്മാരെ ഋഷികളുടെ പ്രാർത്ഥനയെ അനുസരിച്ച് ഭഗവാൻ 9ാമതായിട്ട് പൃഥുചക്രവർത്തിയായിട്ട് അവതരിച്ച് പരാക്രമശാലിയായ ആ ചക്രവർത്തി ഭൂമിയിൽ നിന്നും ജനക്ഷേമത്തിനാവശ്യമായിട്ടുള്ള സകല വസ്തുക്കളെയും കറന്നെടുത്തു. അതിനാൽ ആ അവതാരം അതിമനോഹരം തന്നെ എന്നാണ് അർത്ഥം. ശ്ലോകം ഒരിക്കൽ കൂടി. ഋഷിഭീരാജിതോ ഭേജേ നവമം പാർത്ഥിവം ബഭൂ ദുഗ്ധേ മാമൗഷധീർവിപ്രാസ്തേനായം സ ഉഷത്തമ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.